ജെഫ്രി എപ്സ്റ്റീൻ ആരാണ്? ഒരു അമേരിക്കൻ വ്യവസായി, ലൈംഗിക കുറ്റവാളി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചൂഷണം ചെയ്ത് ചില നേതാക്കളുമായി ബന്ധപ്പെടുത്തി തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ചില രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊണ്ട മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ. 2005 എപ്സ്റ്റീനെ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 2019 അറസ്റ്റ് ചെയ്യുന്നു. ജൂലൈ 6 അറസ്റ്റ് ചെയ്യുന്നു. ഓഗസ്റ്റ് 10 മരിച്ച നിലയിൽ ജയിലിൽ കാണപ്പെടുന്നു. 2026 ജനുവരി 30 എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരുന്നു. 30 ലക്ഷത്തിലധികം പേജുകൾ, 2000-ലധികം വീഡിയോസ്, 1 ലക്ഷത്തിലധികം ഫോട്ടോസ്. ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് എപ്സ്റ്റീൻ ഫയൽസ്. ആ ഫയൽ പുറത്തു വന്നപ്പോൾ ലോകം ഞെട്ടി. പല പ്രമുഖ നേതാക്കളുടെ പേരുകൾ അതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയലിൽ പേര് വന്ന നേതാക്കളെല്ലാവരും കുട്ടികളെ ദുരുപയോഗം ചെയ്തുവെന്ന് അല്ല പറയുന്നത്. മറിച്ച് അവർ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയോ ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ നിലകൊണ്ടിട്ടുണ്ട്. എത്ര വലിയ നേതാക്കളാണെങ്കിലും കൊച്ചുകുട്ടികളോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നില്ലേ? ജെഫ്രി എപ്സ്റ്റീൻ ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു? അല്ല. ജെഫ്രി എപ്സ്റ്റീൻ ഒരു യഹൂദ വംശജനാണ്. അദ്ദേഹം തന്റെ മതത്തിന് ഒരു സ്ഥാനവും നൽകിയിരുന്നില്ല. മറിച്ച് തന്റെ ഉയർപ്പിനും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത്. ക്രൈസ്തവ നേതാക്കൾ മാത്രമാണോ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അല്ല. ലോക നേതാക്കൾ പലരുമുണ്ട്. അറബ് നേതാക്കൾ, ഇന്ത്യയിൽ നിന്നുള്ളവർ, പല സെലിബ്രിറ്റീസും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിൽ വന്ന നേതാക്കളുടെ പേരുകൾ അവരുടെ മതം നോക്കി, അവരുടെ സ്ഥാനമാനങ്ങൾ നോക്കിയല്ല അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കേണ്ടത്. മറിച്ച് അവർ ചെയ്ത തെറ്റ് അത് എത്രമാത്രം വലുതാണ്. കൊച്ചുകുട്ടികളോടാണ് അവർ മോശമായി, വളരെ മൃഗീയമായിട്ട് പ്രവർത്തിച്ചത്. എപ്സ്റ്റീനും കൂട്ടാളികളും കുട്ടികളെ ദുരുപയോഗം ചെയ്താലും, മതത്തിന്റെ പേരിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്താലും, ശൈശവ വിവാഹങ്ങൾ നടത്തിയാലും, അത് പഠിപ്പിച്ചാലും ഒരുപോലെ തെറ്റല്ലേ?